അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ബുട്ടീക്കിൻ്റെ വീഡിയോസ് ഇതിന് മുന്നേയും കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോസിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഹൗ ഐ സ്റ്റാർട്ടഡ് മൈ ബിസിനസ്, ഹൗ ഐ സക്സീഡ് ഇൻ മൈ ബിസിനസ് എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇടണമെന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷേ പറ്റിയതേ ഇല്ല. അപ്പോൾ എൻ്റെ കുറേ കസ്റ്റമേഴ്സിൽ ഈവൻ മലയാളീസും ഉണ്ട്, കന്നഡിഗാസും ഉണ്ട്. എല്ലാവരും ചോദിക്കുമായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ റിവീൽ ചെയ്തിട്ടേ ഇല്ല, അതായത് ഞാൻ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്ങോ ഒന്നും ചെയ്തതല്ല എന്നൊന്നും സ്റ്റാർട്ടിങ്ങിൽ, കാരണം അവർക്കൊരു കോൺഫിഡൻറ്റ് എൻ്റെ അടുത്ത് വരേണ്ടതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ അവരുമായിട്ട് നല്ലൊരു ബോണ്ടഡ് റിലേഷൻ ആയപ്പോഴേക്കും പറയുമായിരുന്നു ഇതൊന്നും ചെയ്യാതെയാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നതെന്നുള്ളത്. പക്ഷേ കാരണം അവർക്ക് കംപ്ലീറ്റ്ലി എൻ്റെ അടുത്തുള്ളൊരു വിശ്വാസം ഞാൻ നേടിയെടുത്തല്ലോ. അപ്പോൾ എനിക്കിതിൻ്റെ ABCD സ്റ്റിച്ചിങ്ങിൻ്റെ അറിയത്തേ ഇല്ല. എൻ്റെ ഒരു ഫീൽഡേ വേറെയായിരുന്നു. ഐ ഡിഡ് MBA ആൻഡ് ഐ വർക്ക്ഡ് ആസ് എ അസിസ്റ്റൻറ്റ് പ്രൊഫസർ. പക്ഷേ പിന്നെ ഒരു ഗ്യാപ്പ് വന്നത് കാരണം, സർവീസിലൊരു ഗ്യാപ്പ് വന്നത് കാരണം പിന്നീട് ഞാൻ അതിലോട്ട് കയറുമ്പം എനിക്ക് അത്ര ഒരു പേയ്മെൻറ്റിൽ എവിടെയും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഗസ്റ്റ് ലെക്ചറായിരുന്നു എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് കരുതി എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻ്റെ ഒരു സജഷനല്ല, ഒരു കൈൻഡ് ഓഫ് പ്രഷറൈസിങ് കാരണം മാത്രമാണ് ഞാനിതിൽ എത്തി നിൽക്കുന്നത്. ബട്ട് ലാസ്റ്റ് മിനിറ്റിൽ ഒരു 4 days ഇരിക്കുമ്പോൾ അയാൾ സിറ്റുവേഷൻ എന്നൊന്നും പറയാനും വയ്യ, ചീറ്റിംഗ് ആണെന്നും പറയാൻ വയ്യ. എനിവേ അതൊക്കെ ഒരു പാസ്റ്റ് ഇസ് പാസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നെക്സ്റ്റ് വാട്ട് എന്ന് പറയുന്ന ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് എൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഞാൻ എന്തായാലും തോറ്റു കൊടുക്കാനില്ല എന്നും പറഞ്ഞ് ഇതിലോട്ട് ഇറങ്ങിയത്. ഒന്നും അറിയാതെ പകച്ച് നിന്നിട്ട് ജസ്റ്റ് ഒരു പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പിൻ്റെ ഒരു ഹെൽപ്പോടെയും പിന്നെ പോകെ വേറൊരു ഫ്രണ്ടൊക്കെ ഇങ്ങനെ കുറച്ചൊന്ന് പോയിൻറ്റ്സൊക്കെ പറഞ്ഞു തരാൻ തുടങ്ങി, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന്. പിന്നെ സ്റ്റിച്ചിങ്ങിലും അങ്ങനെ നല്ല വർക്കേഴ്സിനെ കിട്ടി. അങ്ങനെയൊക്കെ ഞാൻ പിടിച്ച് നിന്നു. പക്ഷേ എന്ത് തന്നെ ആയാലും നമുക്ക് കസ്റ്റമറുമായിട്ട് കിട്ടുന്ന ഒരു ബോണ്ടഡ് റിലേഷൻഷിപ്പ് ഇതിൽ നിന്നൊന്നുമല്ല. എൻ്റെതിൻ്റെ ഒരു സീക്രട്ട് പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്, ഞാൻ റിസ്ക് എടുത്തിട്ടാണെങ്കിലും അവർക്ക് കറക്റ്റ് ടൈമിന് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ഇടാനും അങ്ങനെ ഒരു സ്റ്റോറി ഉള്ളതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. ഒന്നും അറിയില്ല, സ്റ്റിച്ചിങ് അറിയില്ല, പക്ഷേ എന്തിൻ്റെയും ബേസ്, ഈ ടൈലറിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് കറക്റ്റ് മെഷർമെൻറ്റാണ്. എനിക്കറിഞ്ഞൂടാ, ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കും. ഈ കല്യാണ പെണ്ണിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വർക്കേഴ്സൊക്കെ പറയും, മാം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ കണ്ണും പൂട്ടി സ്റ്റിച്ച് ചെയ്യും, അത്രയും പെർഫെക്റ്റ് ആയിരിക്കും എന്ന്. കാരണം ഒരു 0.5% ഓൾട്രേഷൻ വരാത്ത രീതിയിൽ ഒരുപാട് ബ്രൈഡൽസിൻ്റെ മെഷർമെൻറ്റ് ഞാൻ എടുക്കാൻ തുടങ്ങി. ഓഫ് കോഴ്സ് എൻ്റെ ഒരു ഫ്രണ്ട് പറയുമായിരുന്നു എങ്ങനെ അളവെടുക്കണം എന്നൊക്കെ. പക്ഷെ ഞാൻ എവിടെയും അതിന് മെയിനായിട്ടൊന്നും പഠിക്കാൻ പോയില്ല. നല്ലോണം തയ്ക്കുന്ന ഒരു ഫ്രണ്ട് എനിക്ക് വേറെയുണ്ട്, പക്ഷെ അവർക്ക് മെഷർമെൻറ്റ് ബ്ലൗസ് ഇല്ലാതെ മെഷർമെൻറ്റ് എടുത്തിട്ട് തയ്ക്കാൻ അറിയത്തില്ല. അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത എനിക്ക് മെഷർമെൻറ്റ് എടുക്കാൻ കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അതൊക്കെ ഒരു മാജിക് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ആ സമയത്ത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ കുവെമ്പു നഗർ എന്ന് പറയുന്നൊരു പ്രൊഫഷണൽ ബിസിനസ് ഏരിയ ആയിരുന്നു, വലിയ ഷോപ്പായിരുന്നു. അപ്പോൾ അവിടെയുള്ള എനിക്കെന്ന് വെച്ചാൽ ഒരു ഹാൻഡ് വർക്ക് എനിക്ക് ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. റിസ്ക് എടുക്കാൻ തുടങ്ങുന്ന ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്, എനിക്കൊരു 1.5 days മാത്രം ടൈമിൽ ഒരു എൻഗേജ്മെൻറ്റ് വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. സോ ഞാൻ മുന്നേ പിന്നെ ഒന്നും നോക്കാതെ ഞാനതങ്ങ് ഏറ്റെടുക്കാനുണ്ടായി. അപ്പോൾ എനിക്കുള്ളത് ഒറ്റ വർക്കറാണ്. ഹാൻഡ് വർക്കിനാണ് ഭയങ്കരമായിട്ട് ടൈം എടുക്കുക. സോ എനിക്ക് ടൈം ഉള്ളതാണെങ്കിൽ 1.5 days. സോ ഞാൻ എന്ത് ചെയ്തു, എനിക്കുള്ള വർക്കറിൻ്റെ കൂടെ അവരുടെ കൂട്ടത്തിലുള്ള 2 വർക്കറിനെയും കൂടെ ഇരുത്തിയിട്ട് ബൈ ദ ടൈം 9 o'clock വരെ ആകുമ്പോഴേക്കും ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചു. ബൈ നൈറ്റ് 11 ആകുമ്പോഴേക്കും സ്റ്റിച്ചിങ്ങും കംപ്ലീറ്റായി. സോ ആ വർക്ക് ഞാൻ ചെയ്ത് കൊടുത്തതിന് ശേഷം എന്തായാലും ഒബ്വിയസ്ലി കൊടുക്കുന്നത് എൻഗേജ്മെൻറ്റ് വർക്ക് ആയതുകൊണ്ട് മാരേജിൻ്റെ ഓർഡർ കിട്ടും. സെയിം വേ അതിൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് വർക്കും കൂടെ എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, എന്ത് വലിയ ടൈലറിങ് ആയാലും എന്ത് വലിയ ഷോപ്പാണെങ്കിലും നമ്മൾ കറക്റ്റ് ടൈമിന് ഒരു ഫൈനൽ ടൈമിന് അവർക്ക് നമ്മൾ എന്തായാലും എത്തിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ അവിടെ ആയിരിക്കും അവർക്ക് നമ്മളോടുള്ള വിശ്വാസം ഉണ്ടാകുക. ഓൾട്രേഷൻസൊക്കെ പിന്നെ അവർ ഓക്കെ, ലൂസ് ആൻഡ് ടൈറ്റ് എനിവേ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്തയായിരിക്കും ഏതൊരു കസ്റ്റമറുണ്ട്. ആ ടൈം നമ്മൾ കൊടുക്കുകയാണെങ്കിലോ അവിടെയാണ് വിജയം ഞാൻ മനസ്സിലാക്കി. പിന്നെ ഞാൻ വരുന്ന 2 days ടൈമല്ല, ആഫ്റ്റർനൂൺ ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും ബൈ ടുമോറോ ആണെങ്കിലും ഞാൻ എടുക്കാൻ തുടങ്ങി.
അങ്ങനെയാണ് ശരിക്കും പറയാന്ന് വെച്ചാൽ ഞാനിതിൽ ജയിച്ചത് കേട്ടോ. ഇപ്പോഴും എനിക്കുള്ളൊരു കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഇതിപ്പം ബുട്ടീക്കൊന്നും വേണ്ട, വീട്ടിൽ ഇരിക്കാം എന്ന് കരുതിയാൽ പോലും എനിക്ക് വീട്ടിൽ വന്ന് ലൊക്കേഷൻ ചോദിച്ച് വീട്ടിൽ വന്നിട്ട് ഓർഡേഴ്സ് തരുന്നൊരു സിറ്റുവേഷൻ, ആ ഒരു കോൺഫിഡൻറ്റ് എനിക്കിന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കുറേ എനിക്കറിയാവുന്ന ടൈലേഴ്സിൻ്റെയും ഒരു ശീലം എന്താണെന്ന് വെച്ചാൽ ടൈലറിങ് ഇസ് എ വെരി ഡിമാൻഡിങ് ഏരിയ അല്ലേ. ആ ഒരു ഫീൽഡ് ഭയങ്കര ഡിമാൻഡിങ് ആണ്. ടൈലേഴ്സിനുള്ള ഡിമാൻഡ് വേറെ ആർക്കും ഇല്ല. അപ്പോൾ അവർ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഫിക്സ് ആയിട്ട് വരുന്ന ആളുടെ അടുത്ത് അവരുടെ സൈഡിൽ നിന്ന് ആലോചിക്കാതെ ഇല്ല ഒരാഴ്ചയില്ലാതെ അല്ല 2 ആഴ്ചയില്ലാതെ ചെയ്യത്തില്ല എന്ന് പറയുന്ന ഡിമാൻഡിങ് ആണ് അവർക്കുള്ളത്. അപ്പോൾ മറ്റേ സൈഡിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഫിക്സ് ആയതായിരിക്കും, പെട്ടെന്നുള്ളൊരു ഡിസിഷൻ ആയിരിക്കും. സോ നമ്മൾ അത് മനസ്സിലാക്കി എങ്ങനെയും റിസ്ക് എടുത്ത് ആ ടൈമിൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ലൈഫ് ലോങ് നമ്മുടെ അടുത്ത് തന്നെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്കറിയാവുന്ന കുറേ ടൈലേഴ്സിൻ്റെയും 1 വർഷമായാലും കൊടുക്കാത്ത ആൾക്കാരെ എനിക്കറിയാം. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് വരുത്തിയിട്ടേ ഇല്ല. ഞാൻ ഏറി വന്നാൽ 1 or 2 വീക്സ് അല്ലെങ്കിൽ ഒരു 1 വീക്ക്, അതിൽ കൂടുതൽ എനിക്ക് ഒരു സാധനവും ഞാൻ എൻ്റെ ഷോപ്പിൽ വെക്കത്തില്ല, ഡിസ്പാച്ച് ചെയ്യും പെട്ടെന്ന് തന്നെ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിപ്പം ഈ വീഡിയോസ് ഇടുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഓർഡർ എനിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഒരു ഈ ലാസ്റ്റ് നവംബറിൽ വന്നതാണ്. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ 1 വീക്കേ ടൈമുള്ളൂ. അവരുടെ പെർമനൻറ്റ് ടൈലറിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഈ ഒരു ടൈമിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരാകെ ഡെസ്പായി. അവരുടെ റിലേഷൻ എൻ്റെ പെർമനൻറ്റ് കസ്റ്റമറാണ്. അപ്പോൾ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്നും പറഞ്ഞ് അവരെൻ്റെ അടുത്ത് വിട്ടു. ഞാൻ 1 വീക്ക് ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ഹെവി ഹാൻഡ് വർക്കായിരുന്നു, ചെയ്യിപ്പിച്ചു, ഭംഗിയായിട്ട് കൊടുത്തു. അവർ അത്രയും സാറ്റിസ്ഫൈ ആയി. ഒബ്വിയസ്ലി അവർ മാരേജ് ഓർഡർ എനിക്ക് തന്നു. സോ അത് എന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ മോഡൽ എക്സാമിൻ്റെ ടൈമിലായിരുന്നു. സോ അതും ഞാൻ ഹാപ്പി ആയിട്ട് എടുക്കുക തന്നെയാണ് ചെയ്തത്. പക്ഷെ അവിടെ എനിക്ക് ഭയങ്കര ഒരു ട്വിസ്റ്റിംഗ് ആൻഡ് ഷോക്കിംഗ് ആയത് എന്താണെന്ന് വെച്ചാൽ ബ്രൈഡലിന് സാരിയിൽ വർക്ക് വേണം. ഓക്കെ, സോ ഇവിടെ കർണാടകയിലുള്ള ബ്രൈഡൽ സാരി എന്ന് വെച്ചാൽ പട്ട് സാരി ആയിരിക്കും, കംപ്ലീറ്റ്ലി സിൽക്ക് സാരി. സോ എൻ്റെ വർക്കേഴ്സ് അത് റിജക്റ്റ് ചെയ്തു. വർക്കേഴ്സ് പറഞ്ഞു ഇല്ല, നമ്മൾ ഫാൻസി സാരിയിലൊക്കെ ചെയ്യും, ഇങ്ങനെ ഫുൾ പട്ട് ഒറിജിനൽ പട്ടിലൊക്കെ ചെയ്യാൻ ഭയങ്കര റിസ്ക്കാണ്, നൂലൊക്കെ പോവും, പിന്നെ ഡാമേജ് ആവും, ഭയങ്കര പ്രോബ്ലം ആവും. ഐസെ നീ കർ സക്താ ഹൈ മാം എന്ന് പറഞ്ഞിട്ട് അവർ ഏകദം അത് റിജക്റ്റ് ചെയ്യാണ് ഉണ്ടായത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു ഇത് പറ്റില്ല, പാടാണ് എന്നൊക്കെ. അപ്പോൾ അവർക്ക് എല്ലാവരും മാഡം എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ മാം എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ ഈ കൊച്ചിനെ സിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അത് പറയുന്നത് സിസ്റ്റർ എനിക്ക് വേണം, എനിക്ക് എൻ്റെ ഒരു വലിയ ഡ്രീമാണ് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എനിക്ക് ജസ്റ്റ് ഒരു ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ എനിക്ക് ഏകദം വർക്കേഴ്സ് പറഞ്ഞ പോലെ റിസ്ക്കാണ്, വേണ്ട, പറ്റത്തില്ല എന്ന് പറയുന്നു. പക്ഷേ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നിന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തിപ്പോൾ ചെയ്യാം. കാരണം സാരി ഡാമേജ് ആവും, അവർ ആ ചാർട്ടിൽ ഫിക്സ് ചെയ്യാൻ പറ്റത്തേ ഇല്ല എന്ന് അവർ പറയാണ്. എംബ്രോയ്ഡറി റിങ്ങിലിട്ടാലും ഡാമേജ് വരും. അവർ സ്പീഡിലല്ലേ ചെയ്യത്തുള്ളൂ. അവർക്കെന്ന് വെച്ചാൽ വർക്ക് സ്പീഡെന്ന് വെച്ചാൽ ഒരു മാക്സിമം സ്പീഡിലല്ലേ അവർ ചെയ്യുള്ളൂ. അപ്പോൾ അവർ പറ്റത്തില്ല എന്ന് പറയുന്നു. എനിക്ക് കൊച്ചിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഒന്നും അറിയാത്ത ഞാൻ എടുത്തൊരു റിസ്ക്കാണ്, ഐ വിൽ ഡു ഇറ്റ് എന്ന്. അപ്പോൾ എൻ്റെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു രേഷു നീ വെറുതെ റിസ്ക് എടുക്കണ്ട, അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻസ് ഉണ്ട്, മോൻ്റെ എക്സാം ഉണ്ട്, നീ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, വല്ല ഡാമേജും ആയാൽ അറൗണ്ട് 42,000 സാരിയാണ് എന്നൊക്കെ പറഞ്ഞ് ഡീമോട്ടിവേറ്റ് എന്നല്ല, എന്നാലും എല്ലാ വശങ്ങളും ആലോചിക്കണമല്ലോ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെയും ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു എവിടെ നിന്നും ആ സിറ്റുവേഷനായിരിക്കും ചിലപ്പോൾ നമുക്ക് കോൺഫിഡൻറ്റ് തരുന്നത്. എന്നെക്കൊണ്ട് പറ്റുമോ, ഇനിയിപ്പോൾ ഇത് ഫെയിലാകുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എൻ്റെ മനസ്സിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തത് എനിക്ക് പറ്റും, ഐ ക്യാൻ ഡു, രേഷു യു ക്യാൻ ഡു എന്ന് തന്നെ എനിക്ക് പറയുമായിരുന്നു ചെയ്തത്. അപ്പം ഞാനത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഹസ്ബൻഡിന് ഒരു ഹോപ്പും ഇല്ല. മക്കൾ പറയുന്നുണ്ട്, കാരണം ദേ ഡോണ്ട് നോ സീരിയസ്ലി അവർക്കൊന്നും അറിയത്തില്ല. അവർ പറയാം അമ്മ ഇത് രസമുണ്ട്, അമ്മ ചെയ്തോ എന്ന് പറയും. അപ്പം ഞാൻ കംപ്ലീറ്റ്ലി അതിന് ഡെഡിക്കേറ്റ് ചെയ്ത് മോൻ്റെ ഓൺലൈൻ ക്ലാസ്സും നടക്കും, അവനെ പഠിപ്പിക്കുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഐ വിൽ ബി ഡൂയിങ് ദിസ് ഓൾസോ വർക്ക്. പിന്നെ എക്സാം ടൈമിൽ ഞാൻ പിന്നെ ഷോപ്പിൽ പോകൽ കുറവായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഏറ്റെടുത്ത എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ചെയ്തൊരു വർക്ക് എന്ന് പറയുന്നത് ഒരു ബ്രൈഡൽ വർക്കാണ്. അത് അത്രയും പ്രോംപ്റ്റായിട്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സാരിയിലെ ടാസിൽ വർക്കിനൊക്കെ അവരൊരു സാരിക്ക് എടുക്കുന്നത് 3 days കണ്ടിന്യൂസ്ലി ഇരുന്നിട്ടാണ്.
അപ്പം അത്രയും മൈന്യൂട്ടായ വർക്കാണ്. അത്രയും ഡെഡിക്കേറ്റീവായിട്ട് ആ വർക്ക് ചെയ്താലേ അതിന് ഭംഗി വരത്തുള്ളൂ. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി എന്തുമാത്രം ഡെഡിക്കേഷൻ ആൻഡ് സിൻസിയറിറ്റി നമ്മളിതിൽ കാണിക്കണം എന്നുള്ളത്. കാരണം ഞാൻ അത്ര ഹാർഡ് വർക്ക് അതിന് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടും ഉണ്ടായി. ആ റിസൾട്ട് എന്ന് പറയുന്നത് മാജിക്കലാണ്. ആ കൊച്ചിന് ഞാൻ ഓരോ പോർഷൻസും ചെയ്യുമ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്താണ്ട് ഇത്ര ചെയ്തേ, അങ്ങനെ ചെയ്തേ, ഇങ്ങനെ ചെയ്തേ. അപ്പോൾ ഷീ വാസ് ഹാപ്പി. ഫോട്ടോയിലുള്ള പോലെയല്ല, പക്ഷെ എന്നാലും ദിസ് ഇസ് ഓസം എന്നൊക്കെ പറയുമായിരുന്നു. ഇടയ്ക്ക് വന്നിട്ടും നോക്കിയായിരുന്നു. പക്ഷേ ആള് ഡെസ്പാവാത്ത രീതിയിലും നമ്മൾ ഹാൻഡിൽ ചെയ്യണമല്ലോ സിറ്റുവേഷൻസ്. അപ്പോൾ എല്ലാവർക്കും ആ കൊച്ചിനെ ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ സാരിയിൽ ചെയ്ത വർക്കാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പറ്റത്തില്ല എന്നും പറഞ്ഞ് ഞാൻ ആ ഒരു ബിസിനസ് മൈൻഡിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നെവർ മൈൻഡ്, ഞാനും ഫ്രീ ആയി. പക്ഷേ അതല്ല, ആ ഒരു ബോണ്ടഡ് റിലേഷൻഷിപ്പിന് ഞാൻ വാല്യൂ കൊടുത്തു. എനിക്കുള്ള എല്ലാ കസ്റ്റമേഴ്സിനോടും ഞാൻ ആ ബോണ്ടഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എക്സാം ടൈമിൽ ഞാൻ ഒരിക്കലും ഷോപ്പിൽ പോകാറില്ല. അപ്പോൾ എക്സാം ടൈമിൽ ഞാൻ ഓർഡേഴ്സ് എടുക്കുന്നില്ല എന്നും പറഞ്ഞ് വീട്ടിൽ ഇരുന്നപ്പോൾ 2 കസ്റ്റമേഴ്സ് ലൊക്കേഷൻ ചോദിച്ച് വീട്ടിൽ വന്നിട്ട് എനിക്ക് ഓർഡർ തന്നിട്ട് പോകാനുണ്ടായത്. അപ്പോൾ അതും ഒരു പ്രൂഫാണ്. ഞാൻ ഇനിയിപ്പോൾ നെക്സ്റ്റ് അങ്ങനെ വല്ലതും പ്ലാൻ ചെയ്താൽ പോലും ഐ ക്യാൻ ഡു മൈ വർക്ക് വെരി കാംലി. അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. സോ ഐ എം ഹാപ്പി ഓൾസോ. പിന്നെയെന്ന് വെച്ചാൽ ഈ ടാസൽ വർക്കേഴ്സും ഹാൻഡ് വർക്കിൻ്റെ അവരെയൊക്കെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എന്തായാലും ഭംഗിയുള്ളതായിരിക്കും. എന്തായാലും സ്റ്റിച്ചിങ്ങിൻ്റെ ടൈം അത്രയൊന്നും എടുക്കത്തില്ല, പക്ഷേ ഇതിനൊക്കെയാണ് കൂടുതൽ വർക്ക് എടുക്കുന്നത്. പിന്നെ കുറേ ബ്ലൗസസിൽ എസ്പെഷ്യലി ഇപ്പോൾ ഈ കാണുന്ന ബ്ലൗസൊക്കെ അവരെന്താണ് പ്ലാൻ അവർ തന്ന ഫോട്ടോസിൽ ഉള്ള ഒരു സിമ്പിൾ വർക്കായിട്ട് തന്നെ പോയി. പക്ഷേ റിസപ്ഷനുള്ള, അതായത് ഞാൻ വർക്ക് ചെയ്ത സാരിയുടെ ബ്ലൗസ് ഉണ്ടല്ലോ, അതും അവർ തന്ന ഫോട്ടോ സെയിം ആണ്. പക്ഷേ അത് വർക്ക് ചെയ്തപ്പോൾ അത്രയും ഗ്രാൻഡ് ലുക്കില്ല. അന്നാണല്ലോ നല്ലൊരു ഗ്രാൻഡ് ലുക്കിൽ വേണ്ടത്. സോ അതും അത്ര അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബ്ലൗസസിലും കൂടെ ഇരുന്ന് വർക്ക് ചെയ്തു. കാരണം സ്റ്റിച്ച് ചെയ്ത വർക്ക് ബ്ലൗസിൽ വർക്കേഴ്സിന് ചെയ്യാൻ പാടായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ അവർക്ക് നമ്മളൊരു ഡിസൈൻ കാണിച്ച് അവരുടെ റേറ്റ് ഫിക്സ് ചെയ്ത് അവരത് വർക്ക് ചെയ്യും. അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ അവർക്ക് എമൗണ്ട് കൊടുക്കും. കാരണം പിന്നെ ഞാൻ പെൻഡിങ് വെക്കത്തില്ല. സോ അവർ പറഞ്ഞ റേറ്റിനുള്ള വർക്ക് അവർ ചെയ്തു. പിന്നെ അതിൽ ആഡ് ഓൺ ചെയ്യാന്ന് വെച്ചാൽ എമൗണ്ടിലും ആഡ് ഓൺ ആവും. അപ്പോൾ ഞാൻ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പിന്നെയും അത് നമ്മൾ ഫസ്റ്റ് എല്ലാം പറയുമല്ലോ, അപ്പോൾ അതിലും ചേഞ്ചസ് വരും. അപ്പം ഞാൻ വിചാരിച്ചു ലെറ്റ് മീ ഡു. അപ്പോൾ അങ്ങനെ കുറേ ബ്ലൗസസിലും കുറേ വർക്ക്സ്. ഇതാണ് റിസപ്ഷൻ ബ്ലൗസ്. അവർ പറഞ്ഞ വർക്കിനേക്കാൾ കൂടുതലുള്ള ബീഡ്സും ഞാൻ നീഡിൽ വർക്കായിട്ട് ചെയ്തു. അല്ലാതെ ഈ ബീഡ്സൊക്കെ ഞാൻ തന്നെ, അത് ഞാൻ ഒബ്വിയസ്ലി എപ്പോഴും ചെയ്യാറുണ്ട്. ഈ ചെറിയ കുട്ടികളൊക്കെ മെച്ചുവേർഡ് ആകുമ്പോൾ ഇവിടെ ഭയങ്കര ഫങ്ഷനായിരിക്കുമേ. അപ്പോൾ ഒരു ചെറിയ കല്യാണം പോലെ തന്നെ ഫങ്ഷനായിരിക്കും. അങ്ങനെയുള്ള കുറേ കേസസിൽ ഞാൻ ഇതേപോലത്തെ ബീഡ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കോമണാണ്. അല്ലാതെയുള്ള ഹാൻഡ് വർക്ക് ഞാൻ കയ്യിൽ സൂചി നൂല് വെച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ കുറേ ബീഡ്സ്, കുന്തൻ സ്റ്റോൺസ് ആഡ് ചെയ്ത്, അങ്ങനെ ആ ബ്ലൗസും ഞാൻ ഏകദം കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക് തന്നെ മാറ്റാവുന്ന രീതിയിൽ ഗ്രാൻഡായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം എനിക്ക് വന്നൊരു കോൺഫിഡൻറ്റ് ലെവൽ എന്ന് വെച്ചാൽ എനിക്ക് ഇനി എന്ത് ഹാൻഡ് വർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ പിന്നെ മോൻ്റെ എക്സാമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒന്നിലും പിന്നെ ചെയ്ത് നോക്കിയിട്ടില്ല. എൻ്റെ ഒരു സ്റ്റിച്ച് ബ്ലൗസിൽ ഞാനൊന്ന് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയി ഞാൻ അപ്ലോഡ് ചെയ്യാം. എനിക്കിപ്പോൾ എവിടെ ഏത് വർക്കും ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻറ്റ് കിട്ടി. ഫസ്റ്റ് ടൈം ചെയ്തതിൻ്റെ ബ്രൈഡൽ വർക്ക് ആയതുകൊണ്ടായിരിക്കും ഇത്രയും കോൺഫിഡൻറ്റ്. പിന്നെ ആ കൊച്ചിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കാരണമാണെന്ന് തോന്നുന്നു, അതങ്ങനെ കമ്പൽ ചെയ്ത് വിളിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഒരു കസ്റ്റമറിൻ്റെ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ പോകുന്നത്. ഹാപ്പിലി ഞാൻ പോയി. നല്ല അടിപൊളി. അവർക്കുള്ള ഒറ്റ മോളാണ്. പിന്നെ കൊച്ചിന് അച്ഛനും ഇല്ല, അമ്മ വർക്കിംഗ് ആണ്. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹമാണ് ഭയങ്കര ഗ്രാൻഡായിട്ട് നടത്തണമെന്ന്. സോ ഫങ്ഷൻസും ഗ്രാൻഡായിരുന്നു, ഫുഡ് ഓൾസോ ഡെലിഷ്യസ് ആയിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. സോ എനിക്കുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് ആ കൊച്ച് അതിൻ്റെ മെഹന്തി നടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ പോലും കോൾ ചെയ്യാണ്, സിസ്റ്റർ വരണേ എന്നൊക്കെ പറഞ്ഞത്. ദിസ് ഈസ് ഫസ്റ്റ് ടൈം ഫോർ മീ ദറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് പോയി. ചേട്ടനെയും വിളിക്കുമായിരുന്നു, വരണേ അണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ചേട്ടനും ആ ഒരു ഫീലിംഗ് വന്ന് ഞങ്ങളങ്ങനെ പോയി ഫാമിലി ആയിട്ട്. അടിപൊളിയായിരുന്നു. ആ കൊച്ച് ഇതാണ്ട് ഞാൻ വർക്ക് ചെയ്ത സാരിയും സെയിം ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്ര ഹാപ്പി ആയിരുന്നു. അതും ഒരു
ഗിഫ്റ്റഡ് മൊമെൻ്റ് ആയിപ്പോയി എനിക്ക്. പിന്നെ അവരുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അതും ഭയങ്കര ഗ്രാൻഡായിരുന്നു കേട്ടോ. ഞാൻ ഇതിന് മുന്നേ കസ്റ്റമേഴ്സിൻ്റെ ഒന്നിനും പോയിട്ടില്ല. ഷോപ്പിൻ്റെ അടുത്തുള്ള ഫങ്ഷൻസിന് പോലും ഞാൻ പോവാറില്ല. പിന്നെ ഈ കൊച്ച് ഇങ്ങനെ കിടന്ന് വിളിച്ചതും പിന്നെ എനിക്കും കുറേ കൂടെ ഒരു ഇതായി, അടുപ്പമായി. ആ ഒരു 2 മന്ത്സിൽ ഭയങ്കരമായിട്ട് വരികയും പോവുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോകണമെന്ന്. പിന്നെ ഫൈനലി എൻ്റെ ഒരു വർക്കും ഉണ്ടല്ലോ, കംപ്ലീറ്റ്ലി എൻ്റെ ഒരു വർക്ക്. ആ വർക്കിന് അവർ തന്ന അമൗണ്ടിലല്ല, അവർ തന്ന അപ്രീസിയേഷനിലാണ് ഞാൻ വല്ലാണ്ട് എനിക്കൊരു ഗിഫ്റ്റായിട്ട് ഫീൽ ചെയ്തത്. സോ അത്രയും അടിപൊളിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ഭയങ്കര ഒരു എന്താ പറയുക, വല്ലാത്തൊരു കോൺഫിഡൻറ്റ് എനിക്ക് വന്നു. എനിക്കിപ്പോൾ ഏത് വർക്കും ചെയ്യാം. പേഷ്യൻസോടെ ഇരുന്ന് ടൈം എടുക്കും. ഇങ്ങനത്തെ വർക്കിന് എന്തായാലും ടൈം എടുക്കും. സോ ഹാൻഡ് വർക്കിന് ടൈം ഇങ്ങനെയാണ് എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത്ര വർക്കായിരുന്നു. എന്ന് വെച്ചാൽ പല്ലുവിൽ നമ്മളെ ആ യോക്ക് പോർഷനിൽ പല്ലു കംപ്ലീറ്റ്ലി താഴെ തൊട്ട് പിൻ ചെയ്യുന്ന ആ ഒരു ഫോൾഡിങ് വരുന്ന അവിടെ ആണെങ്കിലും മൊത്തം ഫില്ല് ചെയ്യണമല്ലോ. അപ്പോൾ അത് മൊത്തം ഞാൻ ചെയ്തു. ഞങ്ങൾ എല്ലാത്തിലും അങ്ങനെ സ്റ്റേജിലൊന്നും പോകാനും അത്രയും ഇതാക്കിയില്ല. പക്ഷേ കൊച്ചിൻ്റെ അമ്മ വന്ന് വിളിച്ചുകൊണ്ടിരുന്നു. സോ ഹാപ്പിലി നമ്മൾ പോയി, ഫുഡൊക്കെ കഴിച്ചു. അടിപൊളിയായിട്ട് ഇതുവരേക്കും ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഓർഡറിൽ നിന്നും. ഇപ്പോഴും ആഫ്റ്റർ മാരേജ് ഓൾസോ മെസ്സേജിങ് മീ. പിന്നെ അതിന് ശേഷമുള്ള ഡ്രസ്സ് വാങ്ങിച്ചതും കൂടെ എനിക്ക് കൊണ്ടു തന്നിട്ട് അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ ഇത് അവരുടെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ്. സോ അതൊക്കെ വാങ്ങിച്ചു വന്നു. ഇതാണ് എൻ്റെ സ്റ്റോറി.